ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ലക്ഷ്മി നായസ് ട്രാവൽ വ്ളോഗ്സ്. ഞാനിപ്പോൾ ഒരു റോഡിൻ്റെ സൈഡിൽ വന്ന് നിൽക്കുകയാണ്. അതായത് മെയിൻ സിറ്റി ഓഫ് ഉടുപ്പി വിട്ടിട്ട് കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഡെസ്റ്റിനേഷൻ ഏതാണെന്ന് പറഞ്ഞുതരാം. മാൽപ്പേ ബീച്ച്. ഇവരുടെ ഏറ്റവും വലിയൊരു ഡെസ്റ്റിനേഷൻ മാൽപ്പേ ബീച്ചാണ്. ഈ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ഉടുപ്പി ആൾക്കാർ വൈകുന്നേരം പോയി ഇരിക്കുന്ന സ്ഥലമാണ് മാൽപ്പേ ബീച്ച്. അവിടെ കളിക്കാനും കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ പോകാനും ഒക്കെ പറ്റിയ സ്ഥലമാണ്. കൂടാതെ അവിടെ ഒരു സീ വാക്കുണ്ട്, നടന്നു പോവാം. അങ്ങനെ കുറേ രസകരമായ കാര്യങ്ങളുണ്ട്. ഇല്ല, 5 മണി കഴിഞ്ഞു, 5 എന്നിട്ട് വെയിൽ നോക്കിയേ. എനിക്ക് സൺഗ്ലാസ് ഒക്കെ വെക്കേണ്ട അവസ്ഥ വന്നല്ലോ. ഇതൊരു കംപ്ലീറ്റ് ആൾക്കാർ പാർക്ക് ചെയ്യുന്ന ഏരിയയാണ്. ഇനി കുറച്ച് നടന്നാൽ മതി മാൽപ്പേ ബീച്ചിലേക്ക്. 2 സൈഡിലും സീ ഫുഡിൻ്റെ സാധനങ്ങളാണ് തോന്നുന്നു, ഫിഷ്. അപ്പോൾ ഇനി പെഡസ്ട്രിയൻസ് മാത്രമേ ഉള്ളൂ. ഈ മാൽപ്പേ ബീച്ച് എന്ന് പറയുന്നത് ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ പോയിൻ്റാണ്. 2 സൈഡിലും മീൻ വറുത്ത് കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട്. അത് ആരംഭിച്ചിട്ടില്ല, ഇച്ചിരി കൂടെ കഴിയണം. മസാലയൊക്കെ പുരട്ടി വയ്ക്കും. അപ്പോൾ ആവശ്യമുള്ളവർക്ക് ആവശ്യമുള്ള മീൻ കാണിച്ചു കൊടുത്ത് അവർ വറുത്ത് തരും, ഗ്രില്ല് ചെയ്ത് തരും. അങ്ങനെയല്ല, ടാറ്റു കടകളൊക്കെ ഉണ്ട് ധാരാളം. വെയിൽ ഭയങ്കര കേട്ടോ. ഗാന്ധിജിയുടെ ഒരു സ്റ്റാച്യു ഉണ്ട് കയറുന്നതിൻ്റെ അവിടെ തന്നെ. പക്ഷേ ബൈക്കൊക്കെ വയ്ക്കാൻ ഇവിടെ അലൗ ചെയ്തിട്ടുണ്ട് കേട്ടോ, 2 വീലേഴ്സ്. ഓക്കെ, കടകൾ ഇവിടെ എല്ലാം മറ്റേ ചെറുമുറി, മാങ്ങ, പച്ചമാങ്ങ, ഫ്രൂട്ട്സ്, ടാറ്റൂസ്, പിന്നെ ഫിഷ്, പിന്നെ ഐസ്ക്രീം. ഒക്കെ ഹോട്ടൽ ഫിഷ് കിച്ചൺ എന്നൊക്കെ എഴുതി ചെയ്യുന്നതൊക്കെ. പിന്നെ കുട്ടികൾക്ക് ആവശ്യമുള്ള കുറേ കൊച്ചു സാധനങ്ങൾ. ഇതിന് ചുറ്റും ഇത് തന്നെയാണ് കാഴ്ച 2 സൈഡിലും. ഉടുപ്പി എന്ന് പറഞ്ഞൊരു ഭയങ്കര ടൂറിസ്റ്റ് സെൻറ്ററാണ്. ടെമ്പിൾ ടൂറിസം ആണെങ്കിൽ അതിനോടൊപ്പം ഈ മാൽപ്പേ ബീച്ചും പരിസരമൊക്കെ ആൾക്കാർ വന്ന് കാണാറുണ്ട്. ക്യാമൽ റൈഡ്, അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. കുറേ ഹട്ട്സ്, അംബ്രല്ലാസൊക്കെ വെച്ചിട്ടുണ്ട് ആൾക്കാർക്ക് റെസ്റ്റ് എടുക്കാൻ, കടൽ കാഴ്ചകൾക്ക്. ഈ സൈഡ് മുഴുവൻ കടകളാണ് കേട്ടോ. ഈ സൈഡ് കംപ്ലീറ്റ് അങ്ങനെ കിടക്കാം. ഷോപ്സ്, ലഗേജ് റൂമൊക്കെ ഉണ്ട്. വേണമെങ്കിൽ ആൾക്കാർ ഈ ടൂറിസ്റ്റുകളാകുമ്പോൾ അവരുടെ ബാഗെല്ലാം കാണും. ചിലപ്പോൾ റൂമിൽ നിന്ന് ചെക്കൗട്ട് ചെയ്ത് വന്നിട്ട് ലഗേജ്, അവരുടെ ബാഗ് സൂക്ഷിക്കാനുള്ള സ്ഥലം. ടിക്കറ്റ് കൗണ്ടറൊക്കെ കാണുന്നത്. ഇവിടെ എന്തൊക്കെ കളിയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ പട്ടം പറത്തുന്ന ഇപ്പോഴത്തെ ഒരു സമയമാണ്. എല്ലായിടത്തും കൈറ്റ് ഫ്ലൈ, അതിനൊരു രസമുള്ള കാര്യമാണ്. ഒരു ഇച്ചിരി സമയം കൂടെ കഴിയണം. ഒരു ഏകദേശം 6 മണിയാകുമ്പോൾ സൺ വിൽ കം ഡൗൺ ഓൾമോസ്റ്റ്. പക്ഷേ ഇവിടെയെല്ലാം ഇപ്പോൾ പിന്നെ സൺസെറ്റ് എന്ന് പറയുന്നത് 6:45 ആകുന്നുണ്ട്. ഇപ്പോൾ കുറേ ചെറിയ റെസ്റ്റോറൻറ്റ്സും ഒക്കെ ഉണ്ട് കേട്ടോ. ഫിഷർമാൻസ് ബേ എന്ന് പറഞ്ഞിട്ടൊരു കഫേ ഉണ്ട്. ഇങ്ങനെ കുറേ കഫേസ് ഉണ്ട് അങ്ങോട്ട് പോകുമ്പോൾ. നമ്മൾ ഈ കോവളത്തൊക്കെ പോകുമ്പോൾ കാണുന്ന പോലെ. ഇവിടെ ബീച്ച് ടോയ്സ് ആണ്. കുഞ്ഞുങ്ങളെ ബീച്ചിൽ വരുമ്പോൾ അവർക്ക് പറ്റിയ, ഈ മണ്ണിൽ കളിക്കാൻ പറ്റിയ കുറച്ച് സംഭവം. ഇവിടെ കംപ്ലീറ്റ് വെയിലാണ്. കുറച്ചൊന്ന് വെയിൽ കുറയുന്ന സമയം വരെ നമുക്ക് അവിടെ ഇരുന്ന് എന്തെങ്കിലും ചെറിയ ഷോർട്ട് ഈറ്റ്സോ കുടിക്കാൻ എന്തെങ്കിലുമൊക്കെ മേടിച്ച് എൻജോയ്. ഒരു നല്ല ഐഡിയ ആയിരുന്നു. വെയിലിൽ നിന്ന് രക്ഷപ്പെട്ടു. നല്ലൊരു തണൽ, നല്ലൊരു കഫേ. ദിസ് അപ്സ്റ്റേഴ്സ്. ഇവിടെ എന്നാൽ കംപ്ലീറ്റ് കടലും കാണാം, ആക്ടിവിറ്റീസ് കാണാം. പൈനാപ്പിൾ മോൾ 1, ഓക്കെ, ആൻഡ് 1 fruit salad with ice cream. Short eats, snacks, what do you have? Chinese only, okay. Gobi, paneer, mushroom, chicken, egg, veg. ഇപ്പം നമുക്കത് വേണ്ട. ഒരു കാര്യം, ഞാനൊരു മോക്ടെയിൽ പറഞ്ഞു. പൈനാപ്പിൾ ഓക്കെ, ഫ്രൂട്ട് സലാഡ് വിത്ത് ഐസ്ക്രീം. 2 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ആണെങ്കിൽ തിരക്കും ഇല്ല, സുഖം. വെറുതെ ആ വെയിലത്ത് പോയി ഇരിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ സണ്ണിങ്ങനെ കുറഞ്ഞ് വരും, അതിൻ്റെ ഒരു കാഠിന്യം. അപ്പോൾ നമുക്ക് അതൊക്കെ വേണമെങ്കിൽ വെളിയിലേക്ക് ആവാം. വെള്ളത്തിൽ പോയി കാലൊക്കെ നനയ്ക്കണമെങ്കിൽ ആകാം. അങ്ങനത്തെ കാര്യങ്ങൾ. തിരകളുമായി മല്ലടിക്കാം. സെൻറ്റ് മേരീസ് ഐലൻഡിലേക്കുള്ള ബോട്ടിങ് ഇവിടുന്ന് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് അറിയില്ല. എൻട്രി അവിടെ കാണിച്ചിരിക്കുന്നു, ടിക്കറ്റ് കൗണ്ടർ എന്നൊക്കെ പറഞ്ഞിട്ട്. നല്ല വേവ്സ്, നല്ല ശക്തമായി തിരയടിക്കുന്നുണ്ട് കടലിൽ. പക്ഷെ അതൊന്നും ആർക്കും ഒരു പ്രശ്നമില്ല, എല്ലാവരും വെള്ളത്തിലാണ്. ഞാൻ എന്നെ തന്നെ അഭിനന്ദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനൊരു ഓപ്ഷൻ എടുത്തതിൽ. ഈ വെയിലത്ത് നമ്മൾ അവിടെ പോയിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല കഫേസ് ഉണ്ട് ഇവിടെ. ഇത് നല്ലൊരു കഫേ കേട്ടോ. അപ്പോൾ ഇത് എനിക്ക് ഇങ്ങനെ ഇവിടെ വന്നിരിക്കുമ്പോൾ നമ്മുടെ കോവളമൊക്കെയാണ് ഓർമ്മ വരുന്നത്. അങ്ങനത്തെ ഒരു ബീച്ച് സൈഡ്, ഒരു കഫേ, അങ്ങനെ ഒരു നല്ല കാറ്റ്. വാവ്, താങ്ക് യു. പൈനാപ്പിൾ മിൻറ്റ്, പൈനാപ്പിൾ ആൻഡ് മിൻറ്റ് മോക്ടെയിൽ എന്ന് പറഞ്ഞാൽ ഓക്കെ. ഇപ്പോൾ നമുക്കൊരു കുലുക്കി സർബത്തൊക്കെ കുടിക്കുമ്പോൾ കിട്ടുന്നൊരു സ്വാദ് തന്നെയാണ് വരുന്നത്. മിൻറ്റ് ഉണ്ട്, പൈനാപ്പിൾ ഉണ്ട്, ലോട്ട് ഓഫ് ഐസ്. ധൃതി വെച്ച് കഴിക്കുന്നില്ല, സമാധാനമായി കുറച്ച് റിലാക്സ് ചെയ്തിരുന്ന് കഴിച്ചുകൊണ്ടേ. അടിപൊളി. ഫ്രൂട്ട് സലാഡ് വിത്ത് ഐസ്ക്രീം. കട്ട് ഫ്രൂട്ട്സും ഐസ്ക്രീമും, കുറേ ടൂട്ടി ഫ്രൂട്ടി ഉണ്ട്, ചോക്ലേറ്റ് സിറപ്പുണ്ട്.
2 വേഫറും വെച്ചിട്ടുണ്ട്. അലങ്കാരം ഗംഭീരം. ഒരു സൈഡിൽ നിന്ന് പിടിക്കാം. ഇതിപ്പോൾ പഴം കാണുന്നുണ്ട്, പല ടൈപ്പ് ഓഫ് ഫ്രൂട്ട്സ് ഉണ്ട്. പേരൊക്കെ ഉണ്ട്. നല്ല ഐസ്ക്രീം കേട്ടോ, നൈസ് ഐസ്ക്രീം. എനിക്ക് വേഫേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കെപ്പോഴും ഫ്രൂട്ട് സലാഡ് വിത്ത് ഐസ്ക്രീം കഴിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കൂടി വരുന്നത് എന്താ പറയുക, എൻ്റെ സ്കൂൾ ഡേയ്സ് അച്ഛൻ്റെ അമ്മയുടെയും കൂടെ നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള ശംഖുമുഖം ബീച്ചിൽ അന്ന് അവിടെ ഒരു വലിയൊരു ടെന്നീസ്, ടേബിൾ ടെന്നീസ്, ഷട്ടിൽ കോക്ക് പറയുന്ന വലിയൊരു ഭയങ്കര ഒരു വലിയ ബിൽഡിംഗ് ഉണ്ടായിരുന്നു. ഒരു വലിയ ഹൈ റൂഫൊക്കെ ആയിട്ട്. അതിനകത്ത് ഇപ്പോൾ ഇന്ത്യൻ കോഫി ഹൗസ് കുറേ കാലം അവിടെ ക്യാൻറ്റീൻ നടത്തിയിരുന്നു. അല്ലെങ്കിൽ അവരുടെ ഒരു ഫുഡ് ഉണ്ടായിരുന്നു. അവിടുത്തെ ആകെ 2 സാധനമേ ഉള്ളൂ. ഒന്ന് ഫ്രൂട്ട് സലാഡ് വിത്ത് ഐസ്ക്രീം, എനിക്ക് ചെറിയ സൈസിലെ കട്ട്ലേറ്റ് നോൺ വെജ്. ഭയങ്കര നല്ലതായിരുന്നു. ഭയങ്കര കട്ട്ലേറ്റൊക്കെ ഭയങ്കര ക്രിസ്പി ആൻഡ് ടേസ്റ്റി. ആൻഡ് ഫ്രൂട്ട് സലാഡ് വിത്ത് ദാറ്റ് കസ്റ്റേർഡ് രക്ഷയില്ലാത്ത സംഭവമായിരുന്നു. അതൊരു ഭയങ്കര നൊസ്റ്റു ആണ്. ഇപ്പോൾ അതൊക്കെ പോയി അവിടുന്ന്. ഇങ്ങനെ വരുമ്പോൾ അതൊക്കെ കാണുമ്പോഴേക്കും എനിക്കത് ഓർമ്മ വരും, പഴയ മെമ്മറീസ്. അത് അവിടെ പണ്ടത്തെ ഒരു ഓർമ്മ, ട്രിവാൻഡ്രത്തിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരുപാട് പേർക്ക് ഈ ഒരു നൊസ്റ്റു ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ സ്ഥലം, ഞാൻ പറഞ്ഞ സ്ഥലം. ഓക്കെ, ഈ ഫ്രൂട്ട് സലാഡിൽ പൈനാപ്പിൾ കട്ട് ചെയ്തിടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പൈനാപ്പിൾ വെറുതെ കട്ട് ചെയ്തിടരുത്. റോ ആയിട്ട് ഫ്രഷ് പൈനാപ്പിൾ ചെറുതായിട്ടൊന്ന് വാട്ടിയിടണം. കുറച്ച് ഷുഗർ ഇതിൽ ഇട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചിട്ട് സെമി കുക്ക്ഡ്, പാർഷ്യലി കുക്ക്ഡ്. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഐസ്ക്രീം അല്ലെങ്കിൽ എന്ത് കസ്റ്റർഡിനും കൂടി ഇട്ടാലും കയ്പ്പ് രസം വരും ഇച്ചിരി നേരം കഴിയുമ്പോൾ. ബെറ്റർ ടു ഗോ അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ പൈനാപ്പിൾ ഇടരുത്. എനിക്കങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ഇനി താഴേക്ക് പോവാം. വെയിൽ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ കെഫയിൽ നിന്നിറങ്ങി ഫിഷർമാൻസ് ബേ ബീച്ച് കഫേ. ഇവിടെ ഇനിയാണ് തിരക്ക് വരുന്നത്. വൈകുന്നേരം 7 മണിക്ക് ശേഷം 10 മണി വരെ ഭയങ്കര ജാം പാക്ഡ് ആയിരിക്കും. അത് ശരി, ഇവിടെ ഫുഡ് മസാജ്, ഹെഡ് മസാജ്, ഷോൾഡർ മസാജൊക്കെ ചെയ്ത് കൊടുക്കുന്ന ആൾക്കാർ. അപ്പോൾ അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഇത് നോക്കിയൊരു പോസ്റ്റർ, കെയർലെസ് അറ്റ് ബീച്ച് എന്ന് പറഞ്ഞിട്ടേ ആരുടെ പടം കൊടുത്തേക്കുന്നത് നോക്കിയേ, കാലൻ്റെ. അതായത് ഇവിടെ കോഷനാണിത്, കെയർലെസ് ആയിട്ട് ബീച്ചിൽ നിന്നാൽ കാലൻ വന്ന് കൊണ്ടുപോകുന്നതാണ് പറയുന്നത്. അപ്പോൾ കുറച്ച് കടൽ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ ഫൺ. വെള്ളത്തിന് നല്ല ചൂട് കേട്ടോ. സാധാരണ കടൽ വെള്ളം എപ്പോഴും തണുപ്പാണ്, പക്ഷേ ഇത് നല്ല വാമായിരിക്കും. ആൾക്കാരിത് ഇവിടം വരെ ഇറങ്ങി നടക്കുന്നുണ്ട്, കുറേ പേര്. ഒരു നല്ല ബീച്ചാണ്. ഇറ്റ്സ് എ വെരി ഗുഡ് ബീച്ച്. ഓ അടുത്ത് ചെറിയ കുട്ടീനെയൊക്കെ നോക്കും കളിച്ച് നടക്കുന്നത്. ഓ നോ, ഒരു പേടിയില്ല. രസമുണ്ട്. കുറച്ച് നേരം ഇങ്ങനെ നിന്നു. ഇനി നമുക്ക് ഇവിടുന്ന് പോകാം. എന്നിട്ട് സീ വാക്കിൻ്റെ ആ ഭാഗത്തേക്ക് പോകാം. ഇവിടെ ഇങ്ങനെ ഒരു സംവിധാനമുണ്ട് കേട്ടോ. ഇങ്ങനെ കസേരകൾ ഇട്ടിരിക്കുന്നുണ്ടല്ലോ. നമ്മൾ 50 രൂപ ഫോർ 1 hour കൊടുത്താൽ വി ക്യാൻ സിറ്റ് ഹിയർ. എന്ത് നല്ല കാര്യമല്ലേ. 50 റുപ്പീസിന് 1 hour നമുക്ക് ഇവിടെ ഇരിക്കാം. ഇങ്ങനെ കടലിൽ കുറച്ച് നേരം കാലൊക്കെ നനച്ചിട്ട് തിരിച്ച് വന്നിട്ട് ഇങ്ങനെ റിലാക്സ് ചെയ്യാം. ഇനി ഇതൊക്കെ ഒന്ന് ഉണങ്ങാൻ വേണ്ടി കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കാം. സാരി ഓർ ഡ്രസ് ഫോട്ടോഗ്രാഫി കുറേ പേര് ഇരിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് പ്രായമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിലും ഇവിടെ വന്ന് വെറുതെ കടൽ കണ്ടിരിക്കാമല്ലോ. അവർക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങാനൊന്നും ഇൻട്രസ്റ്റ് ഉണ്ടാവും. ചിലപ്പോൾ ഗ്രാൻഡ് പാരൻസ് ആയിരിക്കും, കുട്ടികളൊക്കെ ആയിട്ട് വരുന്നുണ്ടാവും. അപ്പോൾ അവർക്ക് റിലാക്സ് ചെയ്യാം. എന്ത് ആക്ടിവിറ്റിയാണോ ഇഷ്ടം അതൊക്കെ ഇവിടെ ചെയ്ത്. എനിക്ക് തോന്നുന്നു നല്ലൊരു ക്ലീൻ ബീച്ചാണിത്, മാൽപ്പേ ബീച്ച്. ഇത് നമ്മുടെ നാട്ടിലേക്ക് ബീച്ച് പോലെ ആയിട്ട് എനിക്ക് തോന്നുന്നു. പണ്ട് ശംഖുമുഖമൊക്കെ ഇങ്ങനെയായിരുന്നു. ഇപ്പം അങ്ങനെ ഒരു ബീച്ചേ ഇല്ല അവിടെ. സംതിങ് സിമിലർ, കോവളം ബീച്ചോ അങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ തിരിച്ച് നടന്ന കാറിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ഒരു കടയിൽ വെറുതെ കയറി നോക്കിയിട്ടോ, സീ ഫുഡ് മസാല പുരട്ടി ഇങ്ങനെ. ഇത് ഫ്രഷായിട്ട് ഇത് ഉടനെ തന്നെ ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം. അവർ പാൻ ഫ്രൈ ആണെങ്കിലോ ഡീപ് ഫ്രൈ ആണെങ്കിലോ റെഡിയാക്കി തരും. ചൂടായിട്ട് കഴിക്കാം. ആൾക്കാർ ഇവിടെ വന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ, ഫ്രഷ് സീ ഫുഡ്സ്. മാൽപ്പേ ബീച്ച് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഹാർബറുണ്ട്, നിറച്ച് മീൻ കിട്ടുന്ന സ്ഥലം. ആകെ നനഞ്ഞിരിക്കുവാണ്, കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആയിട്ടില്ല. കാറി കയറുന്നു. ഓക്കെ, അപ്പം നമ്മൾ മീനിൻ്റെ കണ്ടല്ലോ, അവരൊക്കെ നെറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഭയങ്കര ഈച്ച ശല്യം. ഇപ്പം ഈച്ച ഇല്ലയെന്നല്ല, അതെല്ലാം നെറ്റിൻ്റെ മുകളിലാണ് ഇരിക്കുന്നത്. മീനിൽ ടച്ച് ചെയ്യില്ല. ഓക്കെ,
വാവ്, നമ്മൾ വീണ്ടും നമ്മൾ ഒരിക്കൽ ഇവിടെ വന്ന ഒരു ഏരിയയാണ്. അത് സെൻറ്റ് മേരീസ് ഐലൻഡിലേക്ക് പോകാനുള്ള വാക്ക്, അത് ബോട്ടിങ്ങിൻ്റെ സ്ഥലം. പക്ഷെ അവിടെയാണ് ഒരു വാക്ക് വേ ഉള്ളതും പിന്നെ ഇതുപോലെ സൺസെറ്റ് പോയിൻറ്റ്സ് ഉണ്ട്. ഇത് മാൽപ്പി ബീച്ചിൻ്റെ മറ്റൊരു ഭാഗമാണ്. ഇവിടെ ഒരു ഗാർഡൻ, അടിപൊളിയാണ് കേട്ടോ. നോക്കിയാൽ കുറേ ബെഞ്ചസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ സൺസെറ്റ് ആകാനായിട്ട് ടൈമായി വരുന്നു. ഒരു ഹാഫ് ആൻ അവറിൽ സൺസെറ്റ് ചെയ്യും. കണ്ടോ, ഇങ്ങനെ ബെഞ്ചസ് ഉണ്ട്. ഇങ്ങനെ ഈ കടലിൻ്റെ സൈഡിലെല്ലാം ഇട്ടിട്ടുണ്ട്. ഈ ബീച്ചിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഇരുന്ന് കൊണ്ട് സൺസെറ്റ് കാണാൻ പറ്റും. മനോഹരമായ ഫീലാണ്. ഇവിടെ കൂടുതലും ആൾക്കാരിങ്ങനെ ബെഞ്ചിലിരുന്ന് സൺസെറ്റ് കാണാൻ വന്നിരിക്കുന്ന ഒരു പോയിൻ്റാണ്. സമയം ഉണ്ടായിരുന്നെങ്കിൽ കുറച്ച് നേരം ആ ബെഞ്ചിലൊക്കെ ഇരിക്കായിരുന്നു കേട്ടോ, അവിടെ ഇരുന്ന് സൺസെറ്റ് കാണാൻ. പക്ഷെ ഇപ്പം ഞാൻ ഓടിപ്പോകുമ്പോൾ ആ സീ വാക്കിൻ്റെ അവിടെ ഫിഷിൻ്റെ പോകുന്ന നോക്കി. ഇതാ ലിറ്റിൽ മെർമെയ്ഡിലെ ഫിഷിനെ പോലും ഉണ്ട്. വെയിലുമില്ല എന്നാൽ രാത്രി ആയിട്ടില്ല. സൺസെറ്റിന് മുന്നേ എന്ത് ഭംഗി, സണ്ണിങ്ങനെ സെറ്റ് ചെയ്യാറായി. ആ സീ വാക്കിൽ അത്യാവശ്യം നല്ല ക്രൗഡുണ്ട് കേട്ടോ. സൺസെറ്റ് അവിടെ നിന്ന് കാണാമല്ലോ. പോയിട്ട് തിരിച്ചു വരുന്നു, കുറേ ആൾക്കാർ തിരിച്ചു വരുന്നു. കുറേ ആൾക്കാർ അവിടെ സ്റ്റേ ബാക്ക് ചെയ്തു. കുറച്ച് പേര് എന്നെ പോലെ അങ്ങോട്ടും പോകും. നല്ല രസം. കടലിൻ്റെ വേവ്സ് ഇവിടെ കാണാം ഒരു സൈഡിലായിട്ട്. ഇനി ഒരു 10 മിനിറ്റിനുള്ളിൽ സൂര്യനസ്തമിക്കും. വാട്ട് എ ബ്യൂട്ടിഫുൾ. ഇതിങ്ങനെ കുറേ ദൂരമുണ്ട്, നമ്മൾ അങ്ങ് അറ്റം വരെ എത്തണം. ഓക്കെ, സൺസെറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ നിന്നേ കാണാം. യെസ്, അങ്ങനെ നമ്മൾ സൺസെറ്റ് വിറ്റ്നസ് ചെയ്യുവാണ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സൺസെറ്റ്. നല്ല വെതറായതുകൊണ്ട് കറക്റ്റായിട്ട് കാണാനും പറ്റും. ക്യാമറയിൽ എത്ര കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, ശരിക്കും നന്നായിട്ട് കാണാം. ദ സൺ ഇസ് ഓൾമോസ്റ്റ് ഗോൺ. ഇനി നാളെ കാണാം രാവിലെ. അപ്പോൾ സണ്ണ് പോയി കഴിഞ്ഞു. ഇനി നമുക്ക് പതുക്കെ നടന്ന് അവിടെ അറ്റം വരെ പോകാം. ഇത് ശരിക്കും ഒരു ട്വിലൈറ്റ് അവേഴ്സാണ്. സൺ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് മൂൺ ഓൾറെഡി എവിടെയെങ്കിലും വന്നിട്ടുണ്ടാവും. അതൊന്ന് പ്രോമിനൻ്റ് ആകുന്നവരെ ഈ സൂര്യൻ്റെ കുറച്ച് വെളിച്ചമൊക്കെ ബാക്കി ഉണ്ടാവുമല്ലോ, ആ ഒരു നൈറ്റ്. സൺസെറ്റ് കാണുക, സൺറൈസ് കാണുക, ഒരു ഭയങ്കര ഫീലാണ്. നമ്മളിപ്പോൾ ഏകദേശം എൻഡ് പോർഷനിൽ എത്തിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് എൻഡ് എത്തിയിരിക്കുന്നു. അവിടെ ഭയങ്കര തിരക്ക്, ഏറ്റവും ലാസ്റ്റ് പോയിന്റിൽ. അപ്പോൾ കോസ്റ്റൽ കർണാടകയുടെ വിശേഷങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത്, നിങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. ഞാനിങ്ങനെ അതിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു എന്നിടത്തേക്ക് ഞാൻ എത്തിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഇവിടുത്തെ ജനറലി സ്പീക്കിംഗ് നമ്മളിപ്പോൾ ഏതും പാർട്ട് ഓഫ് കർണാടകയാണ്, എങ്കിലും ഓരോ റീജിയനും ഡിഫറൻ്റാണ്. കോസ്റ്റൽ കർണാടക ഇസ് ടോട്ടലി ഡിഫറെൻറ്റ്. കുറച്ചുകൂടി നോർത്തിൽ പോയാൽ വേറെ വ്യത്യസ്തമായ രീതിയായിരിക്കും. ടിപ്പിക്കൽ കർണാടക, ഇപ്പോൾ ബാംഗ്ലൂർ അങ്ങനെയുള്ള സ്ഥലത്ത് പോയാൽ വേറൊരു കൾച്ചർ ആൻഡ് എവറിത്തിങ് ഇസ് ഡിഫറെൻറ്റ്. ഉടുപ്പി, ദക്ഷിണ കന്നഡ, അതുപോലെ ഉത്തര കന്നഡ, ഈ ഭാഗങ്ങളെല്ലാം കോസ്റ്റൽ കർണാടക ബെൽറ്റ് വരുന്നത്. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതലുള്ള ആൾക്കാരുടെ കമ്മ്യൂണിറ്റി എന്നൊക്കെ പറഞ്ഞാൽ കൊങ്ണീസ് ഉണ്ട്, ബൺസ് ഉണ്ട്, പിന്നെ അതുപോലെ ഫിഷർമെൻ കമ്മ്യൂണിറ്റി ഉണ്ട്. മൊഗവീർസ് എന്നാണ് പറഞ്ഞത്, അത് മൊഗവീറാസ് എന്ന് പറയാം. ഓക്കെ, പിന്നെ ബില്ലാവാസ്, അവർ ടോഡി ടാപ്പേഴ്സാണ്, നമ്മുടെ കള്ള് ചെത്താൻ പോകുന്ന ആൾക്കാർ. പിന്നെ അതുപോലെ മുസ്ലിം കമ്മ്യൂണിറ്റി പറഞ്ഞാൽ ബേറി മുസ്ലിംസ്. ഇപ്പോൾ കൊങ്കണീസ് എന്ന് പറയുമ്പോൾ അവർ മൈഗ്രൻസ് ഫ്രം ഗോവയാണ്. അതിൽ തന്നെ ഗൗഡ സരസ്വത് ബ്രാഹ്മിൻസ് വരും, ദേവന്ത്യ ബ്രാഹ്മിൻസ് വരും, അതുപോലെ മാംഗ്ലൂറിയൻ കാത്തലിക്സ്, അങ്ങനെ കുറേ ആൾക്കാരുണ്ട് ഇവിടെ. ബേറീസ് എന്ന് പറയുമ്പോൾ അതൊരു മുസ്ലിം മെർച്ചൻ്റ് കമ്മ്യൂണിറ്റിയാണ്. സൗത്ത് കനാറ സ്പീക്കിംഗ് ഒരു ബേറി ലാംഗ്വേജാണ് അവർ ഉപയോഗിക്കുന്നത്. പിന്നെ കന്നഡികാസ് എന്ന് പറയുമ്പോൾ ഇവർ കൂടുതൽ നോർത്ത് കനറ, കാർവാർ ഭാഗത്തൊക്കെ വരുന്ന ആൾക്കാരാണ്. ബൺസ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അതൊരു ഭയങ്കര ഹിസ്റ്റോറിക്കലി അവരൊരു വാറിയർ ഗ്രൂപ്പാണ്. പ്ലസ് ലാൻഡ് ലോർഡ്സ് ആണ്. പണ്ടത്തെ ഭയങ്കര ഈ ലാൻഡ് ഓണേഴ്സ് ഭയങ്കര പ്രമാണികളായിട്ടുള്ളവരാണ്. വലിയ വലിയ ആൻസിസ്ട്രൽ ഹോംസ്. നമ്മൾ വന്ന വഴിക്കൊരു ബണ്ട് ഹോം, അതായത് കാന്താര ഹൗസ് കണ്ടില്ലേ, അതാണ് അവരുടെ ഒരു ടിപ്പിക്കൽ ഹൗസ്. ഒരുപാട് ലാൻഡ് ഹോൾഡിങ്സ് ഒക്കെ ഉണ്ട്. നമ്മുടെ കേരളത്തിലെ ലാൻഡ് ഹോൾഡേഴ്സിനെ പോലെയൊക്കെ തന്നെ, ലാൻഡ് ലോർഡ്സിനെ പോലെ. ഈ ഭൂപരിഷ്കൃത നിയമം വന്നപ്പോൾ അവരുടെയും കുറേ ലാൻഡൊക്കെ നഷ്ടപ്പെട്ടു. പിന്നെ കുറേ ആൾക്കാർ സിറ്റിയിലേക്കൊക്കെ പോയി. എങ്കിലും അവർക്കെല്ലാം ഇവിടെ വലിയ തറവാടുകളും ജോയിൻറ്റ് ഫാമിലി സിസ്റ്റം, മാട്രിയാർക്കിയൽ ആ ഒരു രീതിയും, മൊത്തത്തിൽ അങ്ങനത്തെ ഒരു ഭയങ്കര സംഭവമാണ് ബൺ കമ്മ്യൂണിറ്റി. അതിനകത്തുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ റായിസ്, ഷെട്ടീസ്, ഹെഗ്ഡെ, ഇവരെല്ലാം ബണ്ട് കമ്മ്യൂണിറ്റിയാണ്. ഇപ്പോൾ നമ്മുടെ എന്താ പറയുക, മിസ് വേൾഡ് ഐശ്വര്യ റായ്, ഷീ ബിലോങ്സ് ടു മാംഗ്ലൂർ. അവർ ബണ്ട് കമ്മ്യൂണിറ്റിയാണ്. ഐശ്വര്യ റായ്. അപ്പോൾ ഈ റായ് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാം ബണ്ടാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് നല്ല ഭയങ്കര തറവാടികളാണ് അങ്ങനത്തെ കുറേ ഗ്രൂപ്പ്സ് ഓഫ് ആൾക്കാർ. അങ്ങനെ പല 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 സെക്ഷൻസ് ഓഫ് ആൾക്കാരാണ് ഈ ഒരു കോസ്റ്റൽ കർണാടക ബെൽറ്റിലുള്ളത്. അപ്പം നമ്മൾ അവരുടെ എല്ലാ ഫുഡിൻ്റെ കൾച്ചറും എല്ലാം കണ്ടു പോവാണ്. അതിൽ തന്നെ സീ ഫുഡിൻ്റെ സംഗതികൾ വരും. അതുപോലെ പ്യുവർ വെജിറ്റേറിയൻ ആയിട്ടുള്ള കുറേ വിഭവങ്ങൾ വരും. രസകരമായ മറ്റൊരു ഏരിയയാണിത്. ശരിക്കും ഓരോ സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ ഓരോ കൾച്ചർ പഠിക്കുന്നതാണല്ലോ. ഇപ്പോൾ കേരളത്തിൻ്റെ രീതിയല്ല കർണാടകയിൽ. കുറച്ച് സിമിലാരിറ്റീസ് ഉണ്ടാവും,
പല കാര്യങ്ങളും ഒരു ഇൻ്റർമിംഗ്ലിംഗ് ഉണ്ടാകും. കാര്യം നമ്മളിങ്ങനെ അടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളാണ്, സ്റ്റേറ്റ്സാണ്. അതിപ്പോൾ നമ്മുടെ കാസർഗോഡ്, കാഞ്ഞങ്ങാട് ആ ഭാഗം കഴിഞ്ഞാൽ പിന്നെ നേരെ തന്നെ ബാംഗ്ലൂരിലേക്കാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എല്ലാം ക്ലോസ്ലി നെറ്റാണ്. ഫുഡ് ഹാബിറ്റ്സിലും കുറേ സാമ്യതകളുണ്ട്. ഉണ്ടാക്കുന്ന ഇൻഗ്രീഡിയൻസൊക്കെ തേങ്ങാപ്പാൽ, പിന്നെ സീ ഫുഡൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് നമ്മളും. അങ്ങനെ കുറേ സിമിലർ, എന്നാൽ കുറച്ച് വ്യത്യസ്തമാണ് രീതികളായിട്ട്. അപ്പോൾ ഇങ്ങനെ യാത്രകളിലൂടെയാണ് നമ്മളിതൊക്കെ പഠിക്കുന്നത്. അപ്പോൾ ഞാനത് നിങ്ങളിലേക്ക് പറഞ്ഞു തരാൻ നോക്കുക. ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇത് തിരിച്ചു പോകാം. അപ്പോൾ സൺ സെറ്റ് ചെയ്ത് കുറച്ച് നേരമായി, 10 മിനിറ്റായി. അപ്പോൾ ഇനി പതുക്കെ വെളിച്ചം പോകും. അപ്പോൾ ഇനി നമ്മുടെ കാർ കുറേ ദൂരമാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അത്രയും തിരിച്ച് സിറ്റി. സത്യം പറഞ്ഞാൽ ഇവിടെ പോകാനേ തോന്നില്ല. വേറെ ഒരു കാര്യമില്ലെങ്കിൽ ഇവിടെ തന്നെ ഇരിക്കാം. 7 മണിയോ 8 മണിയോ ആയാലും കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് സിറ്റി. യെസ്, അങ്ങനെ നമ്മൾ ഫൈനലി സിറ്റിയിലെത്തി. ഇവിടുത്തെ ഒരു ഫേമസ്, അപ്പോൾ ഇവിടെ വന്നിട്ട് പോകുമ്പോൾ എന്തെങ്കിലും ഒരു സ്വീറ്റ്സൊക്കെ വാങ്ങിയിട്ട് പോകണ്ടേ, അതിനെ പറ്റിയൊരു കടയാണ് കാന്തി സ്വീറ്റ്സ്. സിൻസ് 1957. അപ്പോൾ എത്ര വർഷം പഴക്കം? ഓൾമോസ്റ്റ് 70 years ഓൾഡ്. ഇത് പുതിയ കടയാണ്, പക്ഷേ അത്രയും പഴക്കമുള്ള ബ്രാൻഡാണത്. ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് എന്താണ്? കാജു. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കാജു. ഓക്കെ, കാജു ചോക്കോ ഫൂൾ, കാജു ബദാം ഫൂൾ, പല ഫ്ലവേഴ്സിൻ്റെയൊക്കെ അതെല്ലാം കാജു സ്വീറ്റ്സ്. ഓക്കെ, ഇതെല്ലാം നിങ്ങളുടെ കജായ. ദിസ് ഇസ് അഗെയിൻ. പിന്നെ ഇവരുടെ കാര്യം പറയുന്നത് ഇത് ഫെനി. ദിസ് ഇസ്, ഇതിൽ നമ്മൾ മിൽക്കും സ്വീറ്റ് മിൽക്ക് ഒഴിച്ച് കഴിക്കണം. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഫെനി, അത് നല്ലൊരു സാധനമാണ് കേട്ടോ, ഫെനി. സോ ഇതെടുക്കാമോ കുറച്ച്? 250. അത് ഫെനി എന്ന് പറഞ്ഞിട്ടൊരു എന്താ പറയുക, ഇടിയപ്പം പോലെ തോന്നും, സേവ് പോലെ. പക്ഷേ ഇത് ഡ്രൈ ആണ് കേട്ടോ, ഡ്രൈ, ഒരു ക്രിസ്പി. ഇതിൽ മധുരമുള്ള പാൽ ഒഴിച്ചിട്ടാണ് കഴിക്കുന്നത്. നല്ല സാധനം. പിന്നെ ഇത് നോക്കിയാൽ പല ടൈപ്പ് ഓഫ് കാജു, മീൻസ് നമ്മുടെ കാഷ്യൂനട്ടിൻ്റെ സ്വീറ്റ്സ് എത്ര തരം. ഇത് നല്ല രസമുണ്ട് കേട്ടോ. ഇതെന്താണ്? സോ മെനി കാജൂർ ബർഫീസ് ഉണ്ടെന്നറിയോ, വെറൈറ്റീസ്, കണ്ടിട്ടില്ലാത്ത അത്രയും വെറൈറ്റി. ഇത് മാംഗോ ചേർന്ന് വരുന്നതാണ്, ആം പപ്പടും കൂടി ചേർന്ന് വരുന്നത് കേട്ടോ. നമുക്ക് കുറച്ച് സ്വീറ്റ്സ് സെലക്ട് ചെയ്ത് ബോക്സിലാക്കി വാങ്ങിക്കും. കൂടുതലും കാജു സ്വീറ്റ്സാണ് ഇവരുടെ സ്പെഷ്യൽ. പിന്നെ ഇവർ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ, വി യൂസ് ഷുഗർ മാനുഫാക്ചർഡ് ബൈ സൾഫർ ഫ്രീ പ്രോസസ്സ്. സൾഫർ ഫ്രീ പ്രോസസ്സിലൂടെയാണ് ഇവരുടെ അങ്ങനത്തെ ഷുഗർ, ആ ഷുഗറാണ് അവരുടെ സ്വീറ്റ്സിലൊക്കെ ഉപയോഗിക്കുന്നത്. പിന്നെ പലതരം ഹൽവാസ് ഉണ്ട്. ബോംബെ ഹൽവ ഭയങ്കര നല്ല മൈസൂർ പാക്ക് ഉണ്ട്, കലാക്കന്ദ് ബർഫി ഉണ്ട്, മിൽക്ക് ഫ്രൂട്ട് ഉണ്ട്, സോ മെനി തിങ്സ്. ചോക്ലേറ്റ് മിക്സ്ഡ് ഫ്രൂട്ട് ബർഫി, വേറെ അതിലില്ലാത്തൊന്നുമില്ല. ഭയങ്കര സ്വീറ്റ്സ് ആണല്ലോ. അത് ഓറഞ്ചിൻ്റെ ഷേപ്പിൽ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കണം. ഓക്കെ, ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ. നൈസ്. ഇത് നോക്കി, ചിക്കീസ് നോക്കിയേ. കാര്യം ഞാനവിടെ ഒരുപാട് സ്വീറ്റ്സ് മേടിച്ചുകൊണ്ട് പോയാൽ പുടുമോൾക്ക് കൊടുക്കട്ടെ, പുടുവിന് അതേ സ്വീറ്റ്സ് കൊടുക്കും. ദാറ്റ് വുഡ് ബി ഫൈൻ. കാജു, പലതരം ബർഫീസ്. ദിസ് വൺ ആം പപ്പറ്റ്സ് വാലെ കാജു സ്ക്വയർ ഡിലൈറ്റ്. കാജുവിൻ്റെ മൈസൂർ പാക്ക്. ഐ ലവ് 2 pieces ഓഫ് ദാറ്റ്. കാജു മൈസൂർ പാക്ക്. അത് എടുത്തിട്ട് ഇനി എല്ലാം കൂടെ ബോക്സിൽ വെച്ച് കാണിക്കാം. ഓക്കെ, എന്ത് കൺഫ്യൂഷൻ നോക്കും, എന്ത് വാങ്ങിക്കണം എന്നറിയാതെ ഞാൻ. ദിസ് വൺ, യെസ്, ധാർവാഡ് പേട. ഓക്കെ, ധാർവാഡ് പേട എന്ന് പറഞ്ഞാൽ ധാർവാഡിലുള്ളതാണ്, അത് കർണാടക സ്പെഷ്യലാണ്. ഓക്കെ, ഐ ടേക്ക് ദീസ് ആർ ദ സ്വീറ്റ്സ് ഐ സെലക്ട്. ഇത് കാജു മൈസൂർ പാക്ക്. പിന്നെ ഇത് കണ്ടോ, ആം പപ്പട് വെച്ചിട്ടൊരു സംഭവം. ഇതൊരു ബർഫി വിത്ത്, ഇത് വാട്ട് വാസ് ദിസ്, ലഡ്ഡു വിത്ത് ഗോവ, മോത്തി പാക്ക്. ഇത് ഇതുപോലത്തെ കുഞ്ഞ് മോത്തിച്ചൂർ ലഡ്ഡുവിൻ്റെ പോലെ താഴെ മുകളിലും പിന്നെ നടുക്ക് ഗോവ. ദിസ് ഇസ് ധാർവാഡ് പേട. മീൻസ് അധികം സ്വീറ്റ് വാങ്ങിച്ച് തള്ളുന്നില്ല, പക്ഷേ എനിക്കിവിടെ വന്നപ്പോൾ എന്തെങ്കിലും വാങ്ങണമല്ലോ. ഇത് നല്ലൊരു ബൈയാണ്. സ്വീറ്റ് ആൻഡ് മിൽക്കിൻ്റെ പോലെ കഴിക്കാം, നല്ലൊരു ഡെസേർട്ടായിരിക്കും. ഓക്കെ, പാക്കറ്റ് ബില്ല്. മിക്സ്ചറുണ്ട് കേട്ടോ, വെറൈറ്റീസ്. അതിൽ ഗ്രീൻ മിക്സ്ചർ, നവരത്ന മിക്സ്ചർ, നംകീൻ സേവ് മിക്സ്ചർ, ആഗ്ര മിക്സ്ചർ, ഡ്രൈ ഫ്രൂട്ട്, സ്റ്റാൻഡേർഡ് മിക്സ്ചർ. പിന്നെ ഇവിടെ മൈസൂർ മിക്സ്ചർ എന്ന് പറഞ്ഞിട്ടുണ്ട്, മക്ക ചുറ, പലതരം മിക്സ്ചർ. ഇത് സ്പെഷ്യൽ, അത് നൈസ്, ഗുഡ്. സ്പൈസി വേണ്ട, നോ സ്പൈസി. ഇതൊന്നും ശരിയാവില്ല, ഇതെല്ലാം സ്പൈസി അല്ലെങ്കിൽ സ്വീറ്റ് ആൻഡ് സ്പൈസി വേണ്ട. ഓക്കെ, ഇറ്റ്സ് വെയിറ്റ്. മുറുക്ക് മൂങ് ദാൽ, പൊട്ടറ്റോ ഫ്രൈസ് കാര എരിവുള്ളത് പ്ലെയിൻ,
ഇത് ഗാട്ടിയ രാജസ്ഥാനി പക്കോട സ്റ്റൈലിൽ പല കാര്യങ്ങളുണ്ട്. ഓണിയൻ പക്കോട, കാജു പക്കോട, കറേല ചിപ്സ്, നമ്മുടെ പാവയ്ക്ക ചിപ്സ്, മസാല നിപ്പറ്റ്, അങ്ങനെ സേവറി ആയിട്ടുണ്ട്. സ്വീറ്റ് ബിസ്ക്കറ്റ്സ്, മിനി സമോസ, അങ്ങനെ എല്ലാം ഉണ്ട്. എല്ലാത്തൊന്നുമില്ല. ഗ്രൗണ്ട് നട്ട്സ്, മസാല ഫ്രൈഡ്. അപ്പോൾ ഇത് വരേണ്ട ഒരു കടയാണ്. ഇങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ടേക്ക് ബാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് ഇവിടെ ഗിഫ്റ്റ് ഹാമ്പേഴ്സൊക്കെ കിട്ടും, ഗിഫ്റ്റായിട്ടുള്ള ബോക്സുകൾ തന്നെ കിട്ടും. വേണമെങ്കിൽ അങ്ങനെ തന്നെ മേടിച്ചിട്ട് പോകാം. ഓ, ഇവർക്ക് സാഫ്രനൊക്കെ ഉണ്ട്. കാന്തി സ്വീറ്റ്സിൻ്റെ തന്നെ സ്വന്തം പ്രൊഡക്ഷൻ സാഫ്രൻ. അപ്പോൾ ടേക്ക് ബാക്ക് സനായി. ആക്ച്വലി ഇപ്രാവശ്യം നമ്മൾ സാരി ഷോപ്പിങ്ങോ അങ്ങനെ ഒരു ഷോപ്പിങ്ങും ചെയ്തിട്ടില്ല കേട്ടോ. നത്തിങ്, ജസ്റ്റ് ഇങ്ങനെ ചെറിയ പരിപാടി മാത്രമേ ഉള്ളൂ. ഇവിടെ അങ്ങനെ സാരി ഷോപ്പിങ്ങിനും അങ്ങനത്തെ പറ്റിയ സ്ഥലമൊന്നും ഞാൻ കണ്ടില്ല. ആക്ച്വലി കണ്ടില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷമൊക്കെ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണേ. ഇറ്റ് വാസ് എ ലോങ് ഡേ. ആക്ച്വലി ബീച്ചിൽ നിന്നൊക്കെ വന്ന് കുറേ ഉണ്ട്. അങ്ങനെ നമ്മുടെ ഉടുപ്പി ഡേയ്സ് കഴിഞ്ഞിരിക്കുവാണ്. ഒരു 2 ദിവസം ഫുൾ ഉടുപ്പി കടന്ന് കറങ്ങുമായിരുന്നു. അപ്പോൾ രാവിലെ ചെക്കൗട്ട് ചെയ്ത് റൂമിൽ നിന്നും ബാഗും നമ്മുടെ ബാഗേജൊക്കെ ആയിട്ട് ഇറങ്ങി. ഇനി തിരിച്ചുള്ള യാത്രയാണ്. ഇപ്പോൾ ഞാനൊരു 2-3 കിലോമീറ്റർ സിറ്റിയിൽ നിന്ന് വിട്ട് ഹൈവേയിൽ കയറി കഴിഞ്ഞു. ഇവിടെ നിന്നും നേരെ മാംഗ്ലൂരിലേക്ക് തന്നെ തിരിച്ചു പോവാണ്. കാരണം നമ്മുടെ ട്രെയിൻ ഇസ് ഫ്രം മാംഗ്ലൂർ സ്റ്റേഷൻ. രാജധാനിയിലേക്കാണ് തിരിച്ചും ബുക്ക് ചെയ്തിരിക്കുന്നത്. ഇനി ഒരു 52 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമ്മൾ മാംഗ്ലൂർ എത്തും. ഏകദേശം ഒരു 1.5 മണിക്കൂറിനാണ് വിശ്വസിക്കുന്നത്. ഇപ്പോൾ ഒരു 8 മണി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഏകദേശം 10 മണിക്ക് മുന്നേ എത്തും. പിന്നെ അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് നേരെ റെയിൽവേ സ്റ്റേഷൻ. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് 6 ദിവസമായി. ഓക്കെ, ഇന്ന് രാത്രി ഞാൻ എത്തും. ഉച്ചയ്ക്ക് 12 മണിക്ക് സ്റ്റാർട്ട് ചെയ്താൽ രാത്രി ഒരു 11:30 ഒക്കെ ആകുമ്പോൾ നമ്മൾ ട്രിവാൻഡ്രം സെൻട്രൽ സ്റ്റേഷനിലെത്തും. അങ്ങനെ പുടുകോളെല്ലാം കാണാം, ആരുകുട്ടിയെ കാണാം, എല്ലാവരും കാണാം. ഓക്കെ, സന്തോഷം. അപ്പോൾ നല്ല സക്സസ്ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റിയെന്നാണ് വിചാരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ മാംഗ്ലൂർ ആണെങ്കിലും ഉടുപ്പിലാണെങ്കിലും എവിടെ വന്നാലും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എക്സ്പ്ലോർ ചെയ്ത് കഴിയുമ്പോൾ ചില കാര്യങ്ങളെല്ലാം റെപ്പറ്റേറ്റീവായിട്ട് നമ്മൾ എവിടെ ചെന്നാലും ആ സാധനം തന്നെ കിട്ടുള്ളൂ. കാര്യം അത് അവരുടെ ഒരു ഫുഡ് കൾച്ചറിൽ അതാണ് പ്രധാനപ്പെട്ട ഐറ്റംസ്. ഇപ്പോൾ നീർദോശ എന്ന് പറഞ്ഞാൽ നീർദോശ തന്നെ ആയിരിക്കും വേറൊരു കടയിൽ ചെന്നാലും കിട്ടും. അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന മാക്സിമം ഇവരുടെ വെറൈറ്റി ഓഫ് ഫുഡ്സ് എല്ലാം കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇനി ഒരുപാട് ഹോട്ടൽസ് ഇനിയും ഉണ്ട്. ഇതൊരു എന്താ പറയുക, ഭയങ്കര കംപ്ലീറ്റ്ലി എക്സോസ്റ്റ് ചെയ്തെന്ന് ഞാൻ പറയില്ല, പക്ഷേ മാക്സിമം ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് എവിടെയൊക്കെ പോകണം, അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഏകദേശം ഒരു ധാരണ കിട്ടിയെന്ന് വിചാരിക്കുന്നു. എന്താണ് ഉടുപ്പി, എന്താണ് മാംഗ്ലൂർ എന്നുള്ളതിനൊരു ചെറിയൊരു പിക്ചറാണ് ഞാൻ തരാനായിട്ട് ആഗ്രഹിച്ചത്. അവരുടെ ഒരു ഫുഡ് കൾച്ചറും അവരുടെ ആൾക്കാരെക്കുറിച്ചും ആ ഒരു ടോപ്പോഗ്രാഫിയും എല്ലാം. അപ്പോൾ ഏതായാലും നമുക്കിനി മാംഗ്ലൂരിലേക്ക് പോകാം. അവിടെ ചെന്നിട്ടും പിന്നെ റെയിൽവേ സ്റ്റേഷൻ അങ്ങനത്തെ. ഇപ്പം മാംഗ്ലൂർ സിറ്റിയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഖദ്രി കഫേയിൽ തിരിച്ചു വന്നിരിക്കുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. എനിക്കിവിടുത്തെ ഫുഡ് ഭയങ്കര ഇഷ്ടമായി, അതുകൊണ്ട് വീണ്ടും ഇവിടെ തന്നെ വന്നു. ഇതിപ്പോൾ ഞാൻ റെസ്റ്റോറൻറ്റിൽ കയറുന്നില്ല, കാറിൽ അവർ സെർവ് ചെയ്യുമല്ലോ, കാറിലിരുന്ന് കഴിക്കാം. ഓർഡർ എടുക്കാൻ വന്നിട്ടുണ്ട്. മൈസൂർ മസാല ദോശ. ടീ, കോഫി, ജ്യൂസ്? നോ ജ്യൂസ്. grapes, watermelon, pineapple, musubi, mango, muskman. ഓക്കെ, മോസംബി. ഓക്കെ, തൽക്കാലം 2 കാര്യം പറഞ്ഞോളൂ. ഇനി വേണമെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് പറയാം. എൻ്റെ ഓർഡർ പ്ലേസ് ചെയ്തത് വന്നു കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു. മണം അടിക്കുമ്പോൾ തന്നെ എന്താണെന്നറിയോ, കുറേ ആൾക്കാർ കാറിനകത്ത് ഇരുന്ന് കഴിച്ചിട്ടങ്ങ് പോവാണ് കേട്ടോ, ഇറങ്ങുന്നുമില്ല റെസ്റ്റോറൻറ്റ്. ഇവിടെ ഫുള്ള്. ഞാൻ വിചാരിച്ചു വീക്കെൻഡാണ് ഇവിടെ തിരക്കുന്നത്. ഇന്ന് വർക്കിംഗ് ഡേ ആണ്. ടുഡേ ഈസ് എ വെനസ്ഡേ. പക്ഷേ ഇവിടുത്തെ ഇവിടെ ഫുള്ളാണ് പാർക്കിങ്. ഇത് അന്ന് ഞാൻ കുറേ കഴിച്ചല്ലോ, ആ കൂട്ടത്തിൽ ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. മൈസൂർ മസാല ദോശ സൂപ്പർബായിരുന്നു. നെയ്യൊക്കെ ഇങ്ങനെ ആഹാ. എൻ്റെ ഉള്ളിലിങ്ങനെ ഒരു ചില്ലി പേസ്റ്റുണ്ട്, ഒരു ചട്നി മാതിരി. ടു ഗുഡാണ്. ഇവരുടെ ഈ ടൊമാറ്റോ ചട്നി ഭയങ്കര സ്പെഷ്യലാട്ടോ. സെക്കൻഡ് ടൈം ടു ദ സെയിം കഫേ എന്ന് പറയുമ്പോൾ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു എന്നർത്ഥം. റെസ്റ്റോറൻറ്റിനകത്ത് നിറച്ച ആളാണ് കേട്ടോ, ആ ഫുള്ളാണ്. ബീങ് എ വർക്കിംഗ് ഡേ. രാവിലെ ഇപ്പോൾ 10 മണി കഴിഞ്ഞു, 10-10:15. അത് ഭയങ്കര രസമായിരിക്കണം.
ആൻഡ് ഫൈനലി നമ്മൾ എത്തിക്കഴിഞ്ഞു മാംഗ്ലൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ 11:30 ഒക്കെ ആയപ്പോൾ തന്നെ നമ്മളെത്തി. ഇവിടെ ആക്ച്വലി പറഞ്ഞാൽ 12 മണിക്ക് ആണ് ട്രെയിൻ വരേണ്ടത്, പക്ഷേ ഇച്ചിരി ഡിലേ ഉണ്ടെന്നാണ് അറിഞ്ഞത്. രാജധാനി 12 മണിക്ക് വരേണ്ടതാണ്, പക്ഷേ 1 മണിയാകും വരുമ്പോൾ. അങ്ങോട്ട് പോവാം. അങ്ങനെ നമ്മുടെ ഉടുപ്പി ആൻഡ് മാംഗ്ലൂർ യാത്ര സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആൻഡ് കറക്റ്റ് ടൈമിന് തന്നെ റെയിൽവേ സ്റ്റേഷനിൽ എത്താൻ സാധിച്ചു. യെസ്, സോ വെയിറ്റിംഗ് ഫോർ അവർ രാജധാനി എക്സ്പ്രസ്. ഇനി ഒരു മണിക്കൂറിനകത്ത് ട്രെയിൻ വരും. ഇന്ന് രാത്രി തന്നെ ട്രിവാൻഡ്രം എത്തും. അപ്പോൾ സന്തോഷം. ഈ ഒരു ജേർണി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്. പിന്നെ നിങ്ങൾ വരുന്ന സപ്പോർട്ടും സ്നേഹവും എന്നെ വേറെ ഒന്നും പറയാനില്ല. ലവ് യു ഓൾ. അപ്പോൾ അടുത്ത വിശേഷങ്ങളായ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ